റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച ഹ്രസ്വ നാടകത്തിനെതിരായ പരാതിയിൽ ഹൈക്കോടതിയിലെ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് രജിസ്ട്രാർ സുധീഷ് PA, കോർട്ട് കീപ്പർ സുധീഷ് PM എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇവർക്കുമെതിരായ പരാതി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കും. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, ഇപ്പോൾ 2 പേർക്കാണിപ്പോൾ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. എന്തായിരുന്നു ഈ നാടകം? ഇത് വൺ നേഷൻ വൺ വിഷൻ വൺ ഇന്ത്യ എന്നായിരുന്നു നാടകം. റിപ്പബ്ലിക് ഡേ അതിൻ്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇത്തരമൊരു നാടകം ഇന്നലെ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത്. ഹൈക്കോടതിയിലെ ജീവനക്കാരാണ് ഈ നാടകം അവതരിപ്പിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അഭിഭാഷക പരിഷത്ത് പരാതിയുമായി രംഗത്തെത്തിയത്. അഭിഭാഷക പരിഷത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കേന്ദ്ര നിയമ മന്ത്രാലയത്തിനുമാണ് നിയമമന്ത്രിക്കുമാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി ഇന്നലെ രജിസ്ട്രാർ ജനറലിനോട് നടപടിക്ക് നിർദ്ദേശം നൽകിയത്. 2 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നേരിടുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ സുധീഷ് PA, കോർട്ട് കീപ്പർ സുധീഷ് PM എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇരുവർക്കുമെതിരായ പരാതി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷിക്കണം എന്നാണ് രജിസ്ട്രാർ ജനറലിൻ്റെ നിർദ്ദേശം. മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ രജിസ്ട്രാർ ഇക്കാര്യത്തിൽ വിശദീകരണവും നൽകണം. ഇതിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായ സുധീഷ് PA ആണ് ഈ നാടകം എഴുതിയത്. ഈ നാടകത്തിനെതിരായ ആക്ഷേപം എന്നത് പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും അപമാനിച്ചു എന്നാണ് ഈ പരാതിയുടെ ഉള്ളടക്കം. അതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശരി സാറേ, ഇപ്പോൾ ഇതിപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായി മാറുകയാണ്. റിപ്പബ്ലിക് ദിനത്തിലെ ഒരു പ്രതിഷേധ രൂപത്തിലുള്ള ഒരു നാടകമായിരുന്നു വേണം മനസ്സിലാക്കാൻ. അതെ, വൺ നേഷൻ വൺ മിഷൻ ആ സ്ലോഗനാണ്. അതിൽ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശങ്ങളുണ്ട്. ഭാരതീയ അഭിഭാഷക പരിഷത്ത് ഗൗരവമായി തന്നെ ആ പരാതിയെ അതിലൊരു രാഷ്ട്രീയമുണ്ട്, പരാതിയിലും രാഷ്ട്രീയം. അതെ. അപ്പം